തന്നെ കൊയർ സൊസൈറ്റീസിലും ഹാൻഡ്ലൂം സൊസൈറ്റീസിലും മിനിമം 25 മെമ്പേഴ്സ് ആയിരിക്കും. പാർട്ട്ണർഷിപ്പിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. കോർപ്പറേഷനിൽ കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. പാർട്ട്ണർഷിപ്പിൽ മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ്. കോർപ്പറേഷനിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനും ബൈലോ ആണ്. പിന്നെ ലൈബിലിറ്റി എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിൽ അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. കോർപ്പറേഷനിൽ ലിമിറ്റഡ് ലൈബിലിറ്റി. യെസ്, ഓക്കെ ഡൺ. അമൽ എന്ത് പറ്റി? ലേറ്റ് ജോയിനിങ് ആണല്ലോ. ഞാനിവിടെ അമലിനെ തപ്പി നടക്കായിരുന്നു, അമലിനെ കണ്ടില്ല. ഒരു മരിപ്പിന് സാർ, മരിപ്പിന് ഓക്കെ ഓക്കെ, ശരി. അപ്പം എന്നാ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അമല് ഒരു പ്രയാസത്തിലാണ്, ഒരു ദുഃഖത്തിലാണ്. എന്തായാലും ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ക്ലാസ് ശ്രദ്ധിക്കുക. പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ, പ്രശ്നമാണ്. നൗ ഇന്നേ ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള കമ്പാരിസൺ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള കമ്പാരിസണിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ രണ്ട് ഡെഫിനിഷൻസിനെ ഒന്നുകൂടെ കോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. TN ഹജീലയുടെ ഡെഫിനിഷൻ ഉണ്ട്, കോർപ്പറേഷൻ ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. മാൽക്കോം ഡാർലിംഗിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുജി, ആ ഡെഫിനിഷൻ എന്തായിരുന്നു? മൊറാലിറ്റി അപ്ലൈഡ് ടു ബിസിനസ്. മൊറാലിറ്റി അപ്ലൈഡ് ടു ബിസിനസ് എന്നതാണ്. ഈ ക്ലാസ്സസ് തുടങ്ങുമ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്ന ഓപ്ഷൻസിലേക്ക് ഞാൻ വരുമ്പോൾ ആക്ച്വലി എനിക്ക് എന്ത് ചെയ്താൽ മതി? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ച് പറഞ്ഞ് കമ്പാരിസൺ പറഞ്ഞാൽ മതി. എന്തിനാണ് പഴയ ഡെഫിനിഷൻസ് എല്ലാം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. കോർപ്പറേഷൻ ഒരു എക്കണോമിക് ഓർഗനൈസേഷൻ ആണ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും ഒരു എക്കണോമിക് ഓർഗനൈസേഷൻ ആണ്, അതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഇത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനാദ്യം ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ് എന്ന് നമ്മൾ അറിയണം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് സെക്ഷൻ 2 സബ്സെഷൻ 20 പ്രകാരം, കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് സെക്ഷൻ 2 സബ്സെഷൻ 20 സെക്ഷൻ 2 നമുക്ക് എല്ലാവർക്കും അറിയാം. KCS ആക്ടിലും സെക്ഷൻ 2 ഡെഫിനിഷനാണ്. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 2. KCS ആക്ടിലും സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷനുകളുടെ ലോകമാണ്. നമുക്ക് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് ഓരോ സെക്ഷനെ കുറിച്ച്. പുതിയ 2023 പുതിയ അമെൻമെന്റ് പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് നമ്മളെ ക്ലാസ്സിൽ കോപ്പറേറ്റീവ് ലോയില് പുതിയ അമെൻമെന്റ് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൻ 2നെ നമ്മൾ കുറച്ചും കൂടി അടുത്തറിയണം. അപ്പോൾ കുറച്ചും കൂടി സെക്ഷൻ 2ലാണ് അധികവും അതിന്റെ ഡെഫിനിഷൻസിൽ കുറെ ചേഞ്ചസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എനിവേ, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്? സെക്ഷൻ 2 സബ്സെഷൻ 20 പ്രകാരം, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെഷൻ 20 പ്രകാരം കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിഫൈൻ ചെയ്യാണ്, എ കമ്പനി മീൻസ്, ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ കമ്പനി മീൻസ്, കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെഷൻ 20 പ്രകാരം പറയാണ്. എ കമ്പനി മീൻസ്, എ കമ്പനി അതൊരു കമ്പനിയാണ്. കമ്പനി മീൻസ് എ കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു കമ്പനിയാണ്. ഏത് കമ്പനിയാ? ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത, രൂപീകരിക്കപ്പെട്ട ഒരു കമ്പനിയെ നിങ്ങൾ എന്ത് വിളിച്ചോ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വിളിച്ചു. അപ്പൊ എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം, കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതൊരു കമ്പനിയെയും നമുക്ക് കമ്പനി എന്ന് വിളിക്കാം.
ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വിളിക്കാം. സ്വാഭാവികമായിട്ടും അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നുണ്ട്. അല്ല അപ്പൊ 2013 എല്ലാത്ത ആക്ടിൽ രജിസ്റ്റർ ചെയ്തതോ? 2013 മുമ്പ് ആക്ടുകൾ ഉണ്ട്. 2013 എന്ന് പറയുന്നത് 1956 ആക്ട് അമെൻഡ് ചെയ്തതാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതൊരു കമ്പനിയെയും നിങ്ങൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വിളിച്ചോ, കമ്പനി എന്ന് വിളിച്ചോ, ഞാൻ പറഞ്ഞതല്ല. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 20 കമ്പനീസ് ആക്ട് 2013. അപ്പൊ അടുത്തൊരു ചോദ്യം വരും, അല്ല അപ്പൊ അതിന് മുമ്പുള്ളതൊക്കെ എന്താ? അപ്പൊ ഞാനോ? ഒരു ഫിലിമിൽ പറയുന്നുണ്ടല്ലോ, അപ്പൊ ഞാനോ? ആ ഒരു ട്രോള് നേരിട്ട് ഇവിടെ എടുത്തിട. അപ്പൊ ബാക്കിയുള്ളവർ ചോദിക്കാം, അപ്പൊ നമ്മളോ? അല്ലെ, ഞാനോ? സോ ആ കമ്പനിയുടെ ആ ഡെഫിനിഷൻസിനെ മുഴുവനായിട്ട് നമ്മൾ അബ്സോർവ് ചെയ്യുകയാണെങ്കിൽ ആ ഡെഫിനിഷനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എ കമ്പനി മീൻസ്, എ കമ്പനി അതൊരു കമ്പനിയാണ്, ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്, ഈ ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്, ഓർ അതല്ലെങ്കിൽ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ, അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ, അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അതല്ലെങ്കിൽ അതിനു മുമ്പേയുള്ള ഏതെങ്കിലും ഒരു കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്ത ഏതൊരു കമ്പനിയെയും നിങ്ങൾ എന്ത് വിളിച്ചോ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വിളിച്ചോ. ഞാൻ പറഞ്ഞതല്ല, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ഡിഫൈൻ ചെയ്തതാണ് എ കമ്പനി. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. അപ്പൊ 2013 കമ്പനീസ് ആക്ട് പ്രകാരമോ അതിന് മുമ്പേയുള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ കമ്പനി ലോ പ്രകാരമോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കമ്പനിയെയും നിങ്ങൾ എന്ത് വിളിച്ചോ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വിളിച്ചോ. അപ്പൊ എന്താണ് കമ്പനി എന്നുള്ളത്? കമ്പനീസ് ആക്ട് 2013 ആണ് പറയുന്നത്. കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ കമ്പനീസ് ആക്ട് 2013 പറയാണ്, എടാ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കമ്പനിയും അതല്ലെങ്കിൽ അതിന് മുമ്പേ ഉള്ള കമ്പനീസ് ആക്ട് പ്രകാരമോ അതല്ലെങ്കിൽ കമ്പനി ലോ പ്രകാരമോ രജിസ്റ്റർ ചെയ്ത ഏതൊരു കമ്പനിയെയും നീ കമ്പനി എന്ന് വിളിച്ചോ. കമ്പനി എന്താന്നുള്ളത് കൃത്യമായിട്ട് കിട്ടി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താന്നുള്ളത്. എന്നാൽ കമ്പനീസ് ആക്ട് 1956 കമ്പനീസ് ആക്ടിൽ പറയുന്നു, കമ്പനീസ് ആക്ട് 1956 കമ്പനിയെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങള്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാ? ദ കമ്പനീസ് ആക്ട് 1956 ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്നത്? എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനീസ് ആക്ട് 1956 ഡെഫിനിഷൻ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 2013 ഡെഫിനിഷൻ ഓൾറെഡി തീർന്നു. 2013 ഡെഫിനിഷൻസിൽ സജിത നമ്മൾ എന്താ പറഞ്ഞത്? കമ്പനി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞേ? പെട്ടെന്ന് പറ, അതിനൊന്നും സമയം എടുക്കല്ല. Companies Act 2013 Section 2 Subsection 20 a company means a company incorporated under this act or any previous company law is known as joint stock company. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013 ആക്ടിൽ പറയുകയാണെന്ത്? കമ്പനി രജിസ്റ്റർ ചെയ്തത് ഈ ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ അതിന് മുമ്പേ ഉള്ള ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരമാണെങ്കിൽ അതിനെ നിങ്ങൾ കമ്പനി എന്ന് വിളിച്ചോ. കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 1956, കമ്പനീസ് ആക്ട് 1956 പറയുന്ന ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾ? ആ ഡെഫിനിഷൻസിനകത്ത് പറയാണ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. കമ്പനീസ് ആക്ട് 1956 ഡെഫിനിഷൻ ശ്രദ്ധിക്കമ്മാനെ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇവിടെ നോക്ക്. 1956 കമ്പനീസ് ആക്ട് പ്രകാരം ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ ഡിഫൈൻ ചെയ്യുന്നത് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അതൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ ഡിഫൈൻ ചെയ്യാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, നോട്ട് എ നാച്ചുറൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ആ വ്യക്തി റിയാലിറ്റിയിലില്ല, പക്ഷെ അപ്രതീക്ഷിതമായി നിങ്ങളെ കൂടെയുണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ആ ആർട്ടിഫിഷ്യൽ പേഴ്സണെ ക്രിയേറ്റഡ് ബൈ ലോ, നിർമ്മിച്ചിട്ടുള്ളത് എങ്ങനെയാ? നിയമം കൊണ്ടാണ്. കമ്പനീസ് ആക്ട് 1956 എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മീൻസ് as an artificial person
എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ആ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആരാ ഉണ്ടാക്കിയത്? ക്രിയേറ്റഡ് ബൈ ലോ. നിയമം കൊണ്ടാണ് ആ ആർട്ടിഫിഷ്യൽ പേഴ്സണെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഹാവിങ് അതിനിക്കുണ്ട്. ഏത്? ആ ആർട്ടിഫിഷ്യൽ പേഴ്സണിക്കുണ്ട്. എന്താ ഉള്ളത്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. അതിന്റെ ഓണർമാരിൽ നിന്നും അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. നിയമപരമായി കമ്പനി വേറെയാണ്, ഓണേഴ്സ് വേറെയാണ്. നമ്മളെ അക്കൗണ്ടിങ് റൂളാണ് ശരിക്കും ഇത്. ബിസിനസ് വേറെ, ഓണേഴ്സ് വേറെ എന്ന് നമ്മൾ പറയാറില്ലേ? അതേപോലെ പറയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ആ ആർട്ടിഫിഷ്യൽ പേഴ്സണെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിയമം കൊണ്ടാണ്. ക്രിയേറ്റഡ് ബൈ ലോ. നിയമം കൊണ്ടാണ് അവരെ ആ ആർട്ടിഫിഷ്യൽ പേഴ്സണെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്താ അതിലേക്കുള്ളത്? ആ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എനിക്ക് എന്താ ഉള്ളത്? ആർട്ടിഫിഷ്യൽ പേഴ്സന്റെ അവകാശം എന്താ? ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കുറെ ലീഗൽ എൻറ്റിറ്റികൾ ഉണ്ട്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, സ്വന്തമായിട്ട് തന്നെ നിയമങ്ങളുണ്ട്, നിയമ പരിരക്ഷയുണ്ട്. എവിടുന്ന്? ഫ്രം ഇറ്റ്സ് ഓണർ, അതിന്റെ ഓണറിൽ നിന്ന്. അതോടൊപ്പം വിത്ത് പെർപ്പച്വൽ സക്സഷൻ, അതോടൊപ്പം തന്നെ സ്ഥായിയായ പെർപ്പച്വൽ സക്സഷൻ, സ്ഥായിയായ നിലനിൽപ്പുണ്ട്. അതെന്താ പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓണർ മരണപ്പെട്ടാലും അല്ലെങ്കിൽ ഓണേഴ്സ് മരണപ്പെട്ടാലും കമ്പനി അവിടെ തന്നെ കാണും. അതാണ് ഓണറും കമ്പനിയും തമ്മിൽ ബന്ധമില്ല. സംഭവം ഓണറൊക്കെ തന്നെയാണെങ്കിലും കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിന് സ്വന്തമായിട്ട് അവകാശങ്ങളുണ്ട്, അതിന് സ്വന്തമായ നിലനിൽപ്പുണ്ട്. ഓണർമാരിൽ നിന്ന് വ്യത്യസ്തമാണ്. കമ്പനി വേറെയാണ്, ഓണർ വേറെയാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ക്രിയേറ്റഡ് ബൈ ലോ, ലോ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്, അതിന്റെ ഓണർമാരിൽ നിന്ന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അതിലേക്കുണ്ട്. വിത്ത് പെർപ്പച്വൽ സക്സഷൻ, അതിന് സ്ഥായിയായ നിലനിൽപ്പുണ്ട്. ഓണേഴ്സ് മരണപ്പെടാം, ഓണേഴ്സ് കമ്പനി ഒഴിവാക്കി പോവാം, ഓണേഴ്സ് കമ്പനി വേറെ ആർക്കെങ്കിലും കൊടുക്കാം, അതൊക്കെ സംഭവിക്കാം. വിത്ത് പെർപ്പച്വൽ സക്സഷൻ, സ്ഥായിയായ നിലനിൽപ്പുണ്ട്. ആൻഡ് എ കോമൺ സീൽ, അതിന് സ്വന്തമായിട്ടൊരു സീലുമുണ്ട്. ഇതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നാണ് ആര് പറയുന്നത്? കമ്പനീസ് ആക്ട് 1956 എന്ന് പറയുന്നത്. ഡെഫിനിഷൻ കേട്ടിട്ട് അയ്യോ ഇതെന്താന്ന് ആലോചിച്ചിരിക്കണ്ട. കാരണം എന്താ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചാണ്, എക്കണോമിക് ഓർഗനൈസേഷനെ കുറിച്ചാണ്. ഒരു വ്യക്തി നിയമങ്ങളൊന്നും ഇല്ലാതെ അയാൾക്ക് തോന്നിയ രീതിയിൽ ഒരു ബിസിനസ് സ്വന്തം നിലക്ക് സ്റ്റാർട്ട് ചെയ്തു. അയാൾ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നു. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് നടത്തുന്ന ഒരു രീതിയാണത്. മറ്റു കുറച്ച് ടീം ഷെയർ ചെയ്തിട്ട്, അവര് പരസ്പരം ഷെയർ ചെയ്തിട്ട് ബിസിനസ് നടത്തുന്നു. അതിനെ പാർട്ണർഷിപ്പ് എന്ന് പറയും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് മറ്റൊരു ബിസിനസ് രീതിയാണ്. ഈ ബിസിനസ് രീതിയുടെ പ്രത്യേകത എന്താണ്? അത് കമ്പനീസ് ആക്ട് 1956 എന്ന് പറയുന്ന നിയമം കൊണ്ടാണ് ആ ഒരു ബിസിനസ്സിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ആ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി അതെന്ത് ചെയ്യാണ്? അതിനൊരു സെപ്പറേറ്റ് നിയമങ്ങളും ആ ബിസിനസ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രയോറിറ്റി കൊണ്ടുവരുന്നു. അത്തരത്തിലുള്ള ഒരു ബിസിനസ് രീതി മാത്രമാണ്. അതല്ലാതെ കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ കമ്പനി എന്താന്ന് സാറേ ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഡെഫിനിഷൻ ഞങ്ങൾ പഠിച്ചു, ഫസ്റ്റത്തെ ഡെഫിനിഷൻ കുഴപ്പമുണ്ടായിരുന്നില്ല. കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അല്ലെങ്കിൽ അതിന് മുമ്പേ ഉള്ള ഏതെങ്കിലും ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയെ കമ്പനി എന്ന് വിളിക്കാം, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയെ കമ്പനി എന്ന് വിളിക്കാം. അതിനെ ഒന്നും കൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്ത്? ഇതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ, നിയമം കൊണ്ടാണ് അതിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ ഓണർമാരിൽ നിന്ന് അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, അതേപോലെ തന്നെ പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്. ഓണേഴ്സ് ആരും ആവാം. ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് സ്വന്തമായ നിലനിൽപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. വിത്ത് എ കോമൺ സീൽ, അതിന്റെ സിഗ്നേച്ചർ അടയാളപ്പെടുത്താൻ, കമ്പനിയുടെ സിഗ്നേച്ചർ അടയാളപ്പെടുത്താൻ കോമൺ സീൽ ഉണ്ട്. അതിന് സ്വന്തമായിട്ടുള്ള സീൽ ഉണ്ട്. സിഗ്നേച്ചർ അടയാളപ്പെടുത്താൻ തൻ്റെതായിട്ടുള്ള സിഗ്നേച്ചർ ആണെന്ന് കാണിക്കാൻ വേണ്ടി കോമൺ സീൽ ഉണ്ട്. ഇതാണ് കമ്പനീസ് ആക്ട് 1956 പറയുന്നത്. രണ്ട് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്പനീസ് ആക്ട് 2013 ഡെഫിനിഷനും പഠിച്ചു, കമ്പനീസ് ആക്ട് 1956 ഡെഫിനിഷനും പഠിച്ചു. ആ ഡെഫിനിഷൻസിലേക്ക് ഞാൻ ഒന്നും കൂടെ നിങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ദ കമ്പനീസ് ആക്ട് 1956
ഡിഫൈൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. കമ്പനീസ് ആക്ട് 1956 ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ ഡിഫൈൻ ചെയ്യുന്നു ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ക്രിയേറ്റഡ് ബൈ ലോ, നിയമം കൊണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഫ്രം ഇറ്റ്സ് ഓണർ, അതിന്റെ ഓണറിൽ നിന്നും. വിത്ത് പെർപ്പച്വൽ സക്സഷൻ, അതിന് സ്ഥായിയായ നിലനിൽപ്പുണ്ട്. ആൻഡ് എ കോമൺ സീൽ, അതിനൊരു കോമൺ സീലുമുണ്ട്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 20 പ്രകാരം കമ്പനിയെ ഡിഫൈൻ ചെയ്യുന്നത് എ കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ആക്ട് പ്രകാരമാണ്, അതല്ലെങ്കിൽ മുന്നേയുള്ള ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരമാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 20 കമ്പനീസ് ആക്ട് 2013 എ കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. കമ്പനികളെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും അതേപോലെ കോർപ്പറേഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ കടന്നു വരുന്നത്. കമ്പനിയെ പലതായിട്ട് തരംതിരിച്ചതിൽ ഒന്നാമത്തെ ടൈപ്പ് കമ്പനി എന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ടൈപ്പ് കമ്പനിയാണ് ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. മറ്റൊന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഒന്ന് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നും മറ്റൊന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നും. എന്താണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി, എന്താണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് 1956 ഒരു ഡെഫിനിഷൻ, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 20 പ്രകാരമുള്ള ഡെഫിനിഷൻ. അതിൽ രണ്ടിലും കമ്പനി എന്താണ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു. ഈ പറയുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിലും പാർട്ണർഷിപ്പ് ആണെങ്കിലും സോൾ ട്രേഡിംഗ് ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഇതെല്ലാം ബിസിനസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഒരാൾക്ക് ഒരു ബിസിനസ് ചെയ്യണം തോന്നി, അയാൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണോ, അയാൾക്ക് സോൾ ട്രേഡിംഗ് ആവാം. അയാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമില്ല, സ്വന്തം സുഹൃത്തിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായത്തിന് ഒപ്പം കൂട്ടണം, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാം. ഇനി അങ്ങനെ പോരാ, കുറച്ചുകൂടി വലിയ രീതിയിൽ വലിയ ഹ്യൂജ് ക്യാപിറ്റലോട് കൂടെ തുടങ്ങണം, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് തുടങ്ങാം. കുറെ ആളുകളെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങാൻ പറ്റും. അതാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ജസ്റ്റ് വൺസ് മോർ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ബിസിനസ് ഓർഗനൈസേഷൻ, എക്കണോമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ് ചെയ്യുന്ന രീതിയാണ്. ഒരാൾ ഒറ്റക്ക് സ്വന്തമായിട്ട് ക്യാപിറ്റൽ എടുത്ത് അയാൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാണോ, അതിനെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് വിളിക്കാം. അതെല്ലാം അയാളും അയാളുടെ സുഹൃത്തുക്കളും ഒന്നോ രണ്ടോ മൂന്നോ അതല്ലെങ്കിൽ 100 പേര് വരെ കൂടി ചേർന്നിട്ട് ക്യാപിറ്റൽ എടുത്തിട്ട് ബിസിനസ് ചെയ്യണോ, ചെയ്യാം. അത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ്. ഇനി അതല്ല, അതിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ട് അയാൾക്ക് ബിസിനസ് ചെയ്യണോ, അങ്ങനെയെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലേക്ക് വരാം. ഇതെല്ലാം ബിസിനസ് ചെയ്യുന്ന മെത്തേഡുകളാണ്. സോൾ ട്രേഡിംഗിൽ ഒരാളാണ് ബിസിനസ് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പിൽ മിനിമം 2 ആള്, മാക്സിമം 100, നോട്ട് മോർ ദാൻ ദാറ്റ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലോ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞ 2 ഡിഫറെന്റ് ആണ്. അതെന്താണ് അതിന്റെ ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ ഇനി ഇവിടെ പഠിക്കാൻ പോവുകയാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ അതിൽ 2 ടൈപ്പ് കമ്പനികളുണ്ട്, 2 ടൈപ്പ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്. അതിൽ ഒന്നെന്താണ്, ഒന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, മറ്റൊന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. എന്താണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി, എന്താണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, പബ്ലിക് ലിമിറ്റഡ് കമ്പനി. യെസ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ കുറിച്ച് പറയാണ്, ശ്രദ്ധിച്ചോ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് കമ്പനീസ്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ രജിസ്റ്റർ ചെയ്യുന്നത് പബ്ലിക് കമ്പനി ആണെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്
രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് കമ്പനീസ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ നിങ്ങൾക്ക് പബ്ലിക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ആർ എലിജിബിൾ ടു സെൽ, ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് എലിജിബിൾ ആണ്, അതിന് കഴിവുണ്ട്, അതിന് യോഗ്യതയുണ്ട്. എന്തിനാ യോഗ്യതയുള്ളത്? ടു സെൽ ദെയർ ഷെയർസ്, അതിന്റെ ഷെയറിനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെയാ സെല് ചെയ്യുന്നത്? പബ്ലിക്കലി ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പബ്ലിക്കിലേക്ക് സ്വന്തം ഷെയറുകളെ സെല്ല് ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഈ പബ്ലിക് എന്ന് പറഞ്ഞാൽ ആരാ? ഷെയർ ടു ദി സദിക്ക് പബ്ലിക് എന്ന് പറഞ്ഞാൽ ആരാ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. അതാരാ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു ദ ജനറൽ പബ്ലിക് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. പൊതുജനങ്ങളെയാണ്, ജനറൽ പബ്ലിക്കിലേക്കാണ്. പബ്ലിക്കലി സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഷെയർ സെല് ചെയ്യുന്നത് പൊതുജനങ്ങളിലേക്കാണ്, പബ്ലിക്കിലേക്കാണ്. ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സിലേക്കുമാണ്. അപ്പൊ ഇൻവെസ്റ്റേഴ്സിലേക്ക്, ജനറൽ പബ്ലിക്കിലേക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പബ്ലിക് ആയിട്ട് ഒരു കമ്പനിയുടെ ഷെയർ സെല്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനിയെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് വിളിക്കാം. എങ്ങനെ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ജനറൽ പബ്ലിക്കിലേക്ക്, ഇൻവെസ്റ്റേഴ്സിലേക്ക് പബ്ലിക് ആയിട്ട് ഒരു കമ്പനിയുടെ ഷെയറിനെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനിയെ നിങ്ങൾക്ക് പബ്ലിക് കമ്പനി എന്ന് വിളിക്കാം. ഒന്നുകൂടെ, joint stock company registered as a public companies are eligible to sell their shares publicly on stock exchange to the general public and investors. Joint stock company registered as a public company are eligible to sell their shares publicly on stock exchange to the general public and investors. അപ്പൊ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി? പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണെങ്കിൽ ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയറുകളെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പബ്ലിക്കിലേക്ക്, ജനറൽ പബ്ലിക്കിലേക്കും ഇൻവെസ്റ്റേഴ്സിലേക്കും എന്ത് ചെയ്യാവുന്നതാണ്? സെല്ല് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക, അങ്ങനെ നിങ്ങളൊരു കമ്പനിയെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ മിനിമം 7% ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു കമ്പനിയെ, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ പബ്ലിക് ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനി തുടങ്ങാൻ മിനിമം എത്ര പേര് വേണം? 7% വേണം. അപ്പൊ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങണമെങ്കിൽ മിനിമം അതിനകത്ത് എത്ര പേര് വേണം? 7%. മാക്സിമം എത്ര പേരാ? മാക്സിമത്തിനെ കുറിച്ച് പറയാണ്. എന്ത്? ആൻഡ് there are no restriction on the maximum number of members in a public limited company. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. നോ ലിമിറ്റ് ആണ്. ആൻഡ് there are no restriction on the maximum number of members in a public limited company. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. there are no restriction on the maximum number of members in a public limited company. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ മിനിമം 7 വേണം, മാക്സിമം ഒരു ലിമിറ്റും ഇല്ല, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പൊ ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് വന്നാലോ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് ലിമിറ്റഡ്, അതിന്റെ പേര് തന്നെ ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രൈവറ്റ് ആണ്, പബ്ലിക് അല്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. എന്താണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു, ശ്രദ്ധിച്ചോ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റേർഡ് ആസ് എ പ്രൈവറ്റ് കമ്പനീസ്.
ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ നിങ്ങൾ പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ, joint stock companies registered as a private company are restricted. restrict ചെയ്യപ്പെടുന്നു. are restricted, തടയപ്പെട്ടിരിക്കുന്നു. എന്തിനാ തടയപ്പെട്ടിട്ടുള്ളത്? are restricted to sell their shares. അതിന്റെ ഷെയർസിനെ സെല്ല് ചെയ്യുന്നത്. joint stock company registered as a private company are restricted to sell their shares. കണ്ടോ? joint stock company ആണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനി ആയിട്ടെങ്കിൽ are restricted, അവിടെ തടയപ്പെട്ടിട്ടുണ്ട്. to sell their shares, അതിന്റെ ഷെയർസിനെ സെല്ല് ചെയ്യുക എന്നുള്ളത്. എങ്ങോട്ട്? to the general public, ജനറൽ പബ്ലിക്കിലേക്ക്. എങ്ങനെ? on public platform. ഹലോ ജനറൽ പബ്ലിക്കിലേക്ക് ഷെയർസ് സെല്ല് ചെയ്യുന്നതിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ സെല്ല് ചെയ്യുന്നതാ? on public platform, പബ്ലിക് പ്ലാറ്റ്ഫോം വഴി സെല്ല് ചെയ്യുന്നതാണ് റെസ്ട്രിക്ഷൻ. അതെന്താണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ? ലൈക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള പബ്ലിക് ആയിട്ടുള്ള മെത്തേഡിലൂടെ ജനറൽ പബ്ലിക്കിലേക്ക് ഷെയർസ് സെല്ല് ചെയ്യുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. സംഭവം ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്, പക്ഷെ രജിസ്റ്റർ ചെയ്തത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടാണ്. എന്താ അതിന്റെ പ്രശ്നം? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിന്റെ ഷെയർസിനെ എന്ത് ചെയ്യാൻ പറ്റൂല? പബ്ലിക് ആയിട്ട് സെല്ല് ചെയ്യാൻ സാധിക്കില്ല. പബ്ലിക് ആയിട്ട് സെല്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഷെയർസ് സെല്ല് ചെയ്യാൻ പറ്റൂല. പിന്നെയോ their shares are sold. അങ്ങനെയുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ അഥവാ പ്രൈവറ്റ് ലിമിറ്റഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയർസിനെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. എങ്ങനെ? their shares are sold to investors. ഇൻവെസ്റ്റേഴ്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തോ. എങ്ങനെ? ഇൻ പ്രൈവറ്റ് മാനർ ഓൺലി, പ്രൈവറ്റ് ആയിട്ട്, പബ്ലിക് ആയിട്ട് ചെയ്യണ്ട, പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ സെല്ല് ചെയ്തോ, അതിന് കുഴപ്പമില്ല. അപ്പൊ എന്താ പറഞ്ഞത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ജനറൽ പബ്ലിക്കിലേക്കും ഇൻവെസ്റ്റേഴ്സിലേക്കും ഷെയർ സെല്ല് ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്പനിയാണ്. റെസ്ട്രിക്ഷൻസ് ഉള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ നമുക്ക് എന്ത് വിളിക്കാം? റെസ്ട്രിക്ഷൻസ് ഉള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് വിളിക്കാം. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ജനറൽ പബ്ലിക്കിലേക്ക് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പബ്ലിക് ലിമിറ്റഡ് എന്ന് വിളിക്കാം. ക്ലിയർ ആണ്? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, joint stock company registered as a private company are restricted to sell their shares to the general public on public platform like stock exchange. stock exchange പോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഷെയർസ് വിൽക്കുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ നമുക്ക് പ്രൈവറ്റ് കമ്പനീസ് എന്ന് വിളിക്കാം. അങ്ങനെ നിങ്ങൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് നീഡഡ് ടു സ്റ്റാർട്ട് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈസ് 2. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം എത്ര പേര് വേണം? 2 പേര് വേണം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം നിങ്ങൾക്ക് എത്ര പേര് വേണം? 2 പേര് വേണം. ഇപ്പൊ ഇതൊരു വലിയ പ്രശ്നമല്ലോ, ഇതൊരു വലിയ പ്രശ്നമാണ്. എന്താ പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ ശരിക്കും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും കോർപ്പറേഷനും തമ്മിൽ പഠിക്കാൻ വേണ്ടി വന്നതാ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും കോർപ്പറേഷനും ആണ്. അത് തമ്മിലുള്ള കമ്പാരിസൺ പഠിക്കാൻ വന്നപ്പോ ആദ്യം ഉള്ളിലുള്ള പ്രശ്നം തന്നെ തീർക്കാൻ കഴിയുന്നില്ല. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് 2 കയറിയത്, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവിടെ മിനിമം 7 വേണം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേര് വേണം. അപ്പൊ മാക്സിമം പബ്ലിക് ലിമിറ്റഡിനകത്ത് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല, നോ ലിമിറ്റ് ആണ്. പബ്ലിക് ലിമിറ്റഡിലെ മാക്സിമം നോ ലിമിറ്റ് ആണ്. പക്ഷേ
പ്രൈവറ്റ് ലിമിറ്റഡിനകത്ത് എന്താണ്? പ്രൈവറ്റ് ആണ്, സ്വാഭാവികമായിട്ടും അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോ, ആൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് cannot exceed 200. And the maximum number of members cannot exceed 200. അപ്പൊ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവിടെ മിനിമം 2, മാക്സിമം cannot exceed 200. 200 കൂടാൻ പാടില്ല എന്നാ പറഞ്ഞത്. cannot exceed 200. ഈ 2 വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു കൺഫ്യൂഷൻ വരും. നമ്മളെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ലെ, പാർട്ട്ണർഷിപ്പ് ബിസിനസിനകത്ത് മിനിമം 2, മാക്സിമം എത്ര പറഞ്ഞേ? 100 and 100 and not more than that. ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മിനിമം 2, മാക്സിമം എത്ര പറഞ്ഞേ? cannot exceed 200. cannot exceed 200 എന്നാണ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. cannot exceed 200ഉം 100 and not more than that എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 100 and not more than that cannot exceed 200. എന്താ രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒന്നിൽ cannot ആണ് പറഞ്ഞത്, മറ്റൊടുത്ത് not more than that ആണ് പറഞ്ഞത്. ആ ഒരു വ്യത്യാസം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. 100 and not more than that cannot exceed 200. രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? നാളെ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചോ, നാളെ നിർബന്ധമായിട്ടും 8 മണിക്ക് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. 8 മണി കഴിഞ്ഞ് ഒരൊറ്റ എണ്ണ ഈ വൈക്ക് വരരുത്. നാളെ 8 മണി ആകുമ്പോഴെങ്കിലും ജോയിൻ ചെയ്യണം കേട്ടോ. രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നാളെ 8 മണി ആകുമ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ വൈക്ക് വരരുത്. നാളെ 8 മണി ആകുമ്പോഴേക്കെങ്കിലും ജോയിൻ ചെയ്യണം കേട്ടോ. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? രണ്ടും തമ്മിൽ ടോൺ തമ്മിൽ വ്യത്യാസം ഉണ്ടോ? 100 and not more than that 100 and not more than that cannot exceed 200. cannot exceed 200. 100 and not more than that. ഒന്നിൽ എന്താ പറഞ്ഞത്? പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പറഞ്ഞത് എടോ 100 വരെ അയക്കോ, ഇനി അതിൽ കൂടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. 100 വരെ അയക്കോ, 100 not more than that ആണ്. 100 എന്നുള്ള ഫിഗർ ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. cannot exceed 200. 200-നേക്കാൾ കൂടാൻ പാടില്ല. അപ്പൊ 199 വരെ പറ്റുള്ളൂ. 200 ടച്ച് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അതാണ് cannot exceed. മറ്റേത് 100 and not more than that. 100 പറഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞത്? not more than that എന്ന് പറഞ്ഞത്. 100 ആയിക്കോ, അതിനുശേഷം വല്ലാതെ പോണ്ട. മറ്റേന്താ പറഞ്ഞ cannot exceed 200. 200 ടച്ച് ചെയ്യരുത്. കണ്ടാ, അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും എല്ലാം കൂടെ ചക്കക്കൂട്ട ഉണ്ടാക്കോ? ഒന്നുമില്ലടാ. നിങ്ങൾ ഒരിക്കലും ആ വാദമൊന്നും പോലെ എനിക്കറിയാം, കാരണം നിങ്ങളെ ഞാനല്ല പഠിപ്പിക്കുന്നത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും അതേപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ 2 ടൈപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡും പബ്ലിക് ലിമിറ്റഡും. പബ്ലിക് ആവുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കിലേക്ക് ഷെയർസ് പബ്ലിക് ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ലിമിറ്റഡ് ആകുമ്പോഴോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി എന്ത് ചെയ്യാൻ പറ്റൂല. ഒരു മിനിറ്റ്. സോറി, ശ്രദ്ധിക്കുക. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് ആയിട്ട് ഷെയർസ് സെല് ചെയ്യാം. മിനിമം 7 നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, മാക്സിമം യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേര്, മാക്സിമം cannot exceed 200. ഇത് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാൻ തന്നെ സമയം വേണ്ടി വരും. ഒരു ഡിഫറൻസ് കൂടിയുണ്ട് പ്രൈവറ്റ് ലിമിറ്റഡും പബ്ലിക് ലിമിറ്റഡും തമ്മിൽ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിന്റെ പേരിന്റെ അവസാനത്തിൽ PVT ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ അതിന്റെ പേരിന്റെ അവസാനം
PVT ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വേണം. എന്നാൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിന്റെ പേരിന്റെ അവസാനം ലിമിറ്റഡ് എന്ന് ചേർത്തിട്ടുണ്ടായിരിക്കണം. എങ്ങനെ? പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിൽ പേരിന്റെ അവസാനത്തിൽ ലിമിറ്റഡ് എന്ന് വേണം. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ പേരിന്റെ അവസാനത്തിൽ PVT ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വേണം. ഇനി ഒരു കമ്പനി കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആ കമ്പനി ഗവൺമെന്റ് കമ്പനി എന്നറിയപ്പെടും. അടുത്ത നമുക്ക് പഠിക്കാനുള്ള കമ്പനിയുടെ പേര് ഗവൺമെന്റ് കമ്പനി. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ 51% ഷെയറും 51% ഷെയറും 51% ഷെയറും ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ 51% ഷെയറും ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ അത്തരത്തിലുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ നമുക്ക് ഗവൺമെന്റ് കമ്പനി എന്ന് പറയാൻ പറ്റും. ഒരു ഗവൺമെന്റ് കമ്പനി എന്ന ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ പറയണമെങ്കിൽ, ഒരു കമ്പനി ഗവൺമെന്റ് കമ്പനി ആവണമെങ്കിൽ ആ കമ്പനിയുടെ 51% ഷെയർ 51% ഷെയറും ആരുടെ കയ്യിലായിരിക്കണം? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കണം. അങ്ങനെയെങ്കിൽ അതിനെ ഗവൺമെന്റ് കമ്പനി എന്ന് പറയാൻ പറ്റും. ഒരു കമ്പനി ഗവൺമെന്റ് കമ്പനി ആവണമെങ്കിൽ ആ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ 51% ഷെയറും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? 51% ഷെയറും ആരുടെ കയ്യിലായിരിക്കണം? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കണം. കോപ്പറേറ്റീവ് എക്സാമിൽ നിങ്ങൾക്ക് കമ്പനി ബേസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ ഇത്രയും നോളജ് മതി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നോളജ് നിങ്ങളെ കയ്യിൽ വേണം. ഇത് നിങ്ങൾ വിടരുത്. അത്രയും ആറ്റി കുറുക്കിയിട്ടാണ് നിങ്ങളെ കയ്യിലേക്ക് ഞാൻ തരുന്നത്. ഇനി ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്, ഷോർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം, കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 2 സബ്സെക്ഷൻ 20 പറയുന്നു, ഈ ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഉള്ള കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്ത ഏതൊരു കമ്പനിയെയും നിങ്ങൾക്ക് കമ്പനി എന്ന് വിളിക്കാം. കമ്പനീസ് ആക്ട് 1956 പറയുന്നു, കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്, കോമൺ സീൽ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കതിനെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വിളിക്കാം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളെ രണ്ടായിട്ട് തരംതിരിച്ചു, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നും പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവിടെ എന്തുണ്ട്? അവരുടെ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി അവർക്ക് പബ്ലിക് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റൂല. അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഷെയർ സെല്ല് ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്പനിയെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഷെയർ സെല്ല് ചെയ്യാൻ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത കമ്പനിയെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നും വിളിക്കാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവിടെ അത് രൂപീകരിക്കാൻ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യാൻ മിനിമം 2 പേരും മാക്സിമം cannot exceed 200 എന്നുള്ളതുമാണ് അവിടുത്തെ മെമ്പേഴ്സിന്റെ ലിമിറ്റ്. എന്നാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അത് ഫോം ചെയ്യാൻ മിനിമം 7 പേഴ്സണും മാക്സിമം നോ റെസ്ട്രിക്ഷൻസുമാണ്. ദെൻ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ അവിടെ 51% 51% എന്തുണ്ടായിരിക്കും? ഷെയർസ് 51% ഷെയർസും ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. അതാണ് ഏത്? ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളെ മുമ്പിലേക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ഇടാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നറിയോ? എക്സാം ഹാളിൽ നിങ്ങൾ പോയി, എക്സാം ഹാളിൽ പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ മുമ്പിൽ വന്നു, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ മിനിമം എത്ര പേര് വേണം? എങ്ങനെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ മിനിമം എത്ര പേര് വേണം എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു വിചാരിച്ചു. നിങ്ങൾ ആൻസർ എഴുതുന്നത് 7 ആയിരിക്കോ അതോ 2 ആയിരിക്കോ അതോ മോർ ദാൻ 2 എന്നായിരിക്കോ? ഏതായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യാം?
ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ ആകെ ഇത്ര മാത്രമേ തന്നുള്ളൂ. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്യാൻ എത്ര നമ്പർ ഓഫ് പേഴ്സൺ വേണം? required to form a joint stock company, required to number of person, how many number of person എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ 7 എന്ന് ആൻസർ ചെയ്യോ, 2 എന്ന് ആൻസർ ചെയ്യോ, അതല്ല മോർ ദാൻ 2 എന്ന് ആൻസർ ചെയ്യോ, അതല്ല മോർ ദാൻ 7 എന്ന് ആൻസർ ചെയ്യോ, അതല്ലെങ്കിൽ നൺ ഓഫ് ദിസ് എന്ന് ആൻസർ ചെയ്യോ? എന്തായാലും നിങ്ങൾ ആൻസർ ചെയ്യും. ഓക്കെ, നിങ്ങൾ ആശയക്കുഴപ്പത്തിലാവണ്ട, ആൻസർ ഞാൻ തന്നെ പറയാം. നിങ്ങളെ മുമ്പിൽ ക്വസ്റ്റ്യൻ വന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്യാൻ എത്ര ആളുകൾ മിനിമം ആവശ്യമുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് 7 എന്നാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്യാൻ എത്ര പേര് ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എഴുതേണ്ടത് 7 എന്നാണ്. ആൻസർ സെലക്ട് ചെയ്യേണ്ടത് 7 എന്നാണ്. എന്നാൽ ക്വസ്റ്റ്യനിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് സ്പെസിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ആൻസർ 2 എടുക്കാൻ പാടുള്ളൂ. അതായത് ഒരു ജനറൽ റൂൾ ഞാൻ പറയാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ചെയ്യാൻ ഒരാൾ മതി, ഒറ്റൊരാൾ മാത്രമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് മിനിമം 2 ആളാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മിനിമം 7. ഇതാണ് നോർമൽ കണക്ക്. ഈ നോർമൽ കണക്കിനെ ക്വസ്റ്റ്യനിൽ മാറ്റം വരുത്താൻ ക്വസ്റ്റ്യൻ ഇടുന്ന ആള് ശ്രദ്ധിച്ചാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ മാറ്റി പിടിച്ചാൽ മതി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്യാൻ മിനിമം എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ആവശ്യമാണ് എന്ന ചോദ്യം അവിടെ വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് 7 ആണ്. എന്നാൽ ക്വസ്റ്റ്യനിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആൻസർ 2ലേക്ക് കൊണ്ടുപോയാൽ മതി. ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് സിതാര ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസറിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ആരാ ഇതൊന്ന് ബ്രീഫ് ചെയ്യാം, പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യുന്നതാരാ? ബ്രീഫിങ്ങിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് ഞാൻ ഉച്ചക്കത്തെ ബാച്ചിൽ നേർക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള ഒരു 3ഓളം ഡിഫറൻസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ 3 പോയിന്റ്സ് ശരിക്കും ഡിസ്കഷൻസ് നമ്മളെ ടൈം എവിടെ പോയെന്നറിയോ നിങ്ങൾക്ക്? ഒരു 5 മിനിറ്റ് ലേറ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളെ ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്തു. ആ വെയിറ്റിങ്ങിൽ 5 മിനിറ്റാണ് ആ 3 പോയിന്റ് നമ്മളായിട്ട് പോയത്. എന്നാൽ ഞാൻ ഉച്ചക്കത്തെ ബാച്ചിൽ പറഞ്ഞ അധിക കാര്യങ്ങളും മീൻസ് കുറച്ച് എക്സാമ്പിൾ, അതായത് ക്ലാസ്സിൽ എല്ലാ ടോപ്പിക്സും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് കൂടുതലായിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ നിങ്ങൾ തമാശയൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത്. അത് പറയാതെയാണ് ഞാൻ ആ മസിൽ പിടിച്ചിട്ടാണ് ശരിക്കും ഒന്ന് ക്ലാസ് എടുത്തത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നേരത്തെ ജോയിൻ ചെയ്യണം. പ്രയാസങ്ങളുള്ളവരുണ്ടാവും, 1, 2, 3 പേര് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ട് വേണം അവർക്ക് ജോയിൻ ചെയ്യാൻ, അവരൊക്കെ. പക്ഷേ ഇന്ന് ശരിക്കും ഞാനൊരു 8:10 ക്ലാസ് എടുക്കാൻ നോക്കുമ്പോൾ 23+, ഏകദേശം ഒരു 30 ആളാണ് ജോയിനിങ്ങിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഒരു 48, 49, ഏകദേശം ഒരു 50 ഒക്കെ ടച്ച് ചെയ്യാറുണ്ട് നമ്മൾ. അപ്പൊ ആ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ ജോയിൻ ചെയ്യുക. ഞാൻ ലിങ്ക് കുറച്ച് 8:02 ഇട്ട്, അപ്പൊ നിങ്ങൾ ഫാസ്റ്റായിട്ട് ജോയിൻ ചെയ്യാവുന്നതുമാണ്. കാരണം ഞാൻ 7:58 ഇടുന്നത് 7:58 ലിങ്ക് വരാറുണ്ട്. അതുവരെ നമ്മൾ 2-3 മിനിറ്റ് വൈകിട്ടാണ് ഞാൻ ഇട്ടത്. നേരത്തെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രയാസമുള്ളവര് നമ്മൾ JCIന്റെ ക്ലാസ് റണ്ണിങ് ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ 9 to 10 ഞങ്ങൾ 10 മണിക്ക് JCIന്റെ ക്ലാസ് ചിലപ്പോൾ എന്ത് ചെയ്യല് ഒരു 10:15 വരെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും. കാരണം ടൈം അവിടെ ഉണ്ട്. ഇവിടെ എനിക്ക് വേറെ ബാച്ചിലേക്ക് പോകാനുള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിവേ, ആരാ ഒന്ന് പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യുന്നത്? ഇന്നത്തെ ക്ലാസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്, അതിന് 2 ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അത് തമ്മിലുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പറയാം. വേഗം പറയാം. പേര് ഞാൻ വിളിക്കണോ അതോ നിങ്ങളായിട്ട് പറയുന്നു? എനിക്കിതാണ് ഇഷ്ടമില്ലാത്ത, നിങ്ങൾ പറയണം, നിർത്തിപ്പിക്കണം. ആരാ പറയണേ? യെസ്, പറഞ്ഞോളൂ.
ജോയിന്റ് സ്റ്റോക്ക് കമ്പനി കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 220 പ്രകാരം കമ്പനി എന്ന് പറയുന്നത് അതായത് 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തതോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കമ്പനീസ് ആക്ട് പ്രകാരം ഇത് ഉപയോഗിച്ചതായിട്ടുള്ള ഇതിന് നമുക്ക് കമ്പനി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി